ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ നല്ല മനസ്സിന്റെ കഥയാണ് ഇനി. കോഴിക്കോട് മണാശ്ശേരി MAMO കോളേജിലെ ഹിസ്റ്ററി വിദ്യാർത്ഥികളാണ് ഇവർ. പഠനത്തിനുമപ്പുറം ജീവിതത്തിൽ വേറെയും കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഈ കുട്ടികൾ. മണാശ്ശേരി MAMO കോളേജിലെ വിദ്യാർത്ഥികൾ ഇതിനായി ക്യാമ്പസ് വിട്ട് പുറത്തേക്കിറങ്ങി. അങ്ങനെ ഇവരെത്തിയത് കപ്പടച്ചാലിലെ ചന്ദ്രന്റെ കുടുംബത്തിലേക്ക്. ഇന്ന് എല്ലാ ദിവസവും അവിടെ അവരെയും കാത്ത് 4 പേരുണ്ടാകും. ചന്ദ്രനും തങ്കവും ഇരട്ട സഹോദരിമാരായ ബേബിയും മാളുവും. രാവിലെ ഈ കുട്ടികൾ വന്നിട്ട് വേണം ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ. കുളിക്കാനും ഒരുക്കാനുമെല്ലാം ഇവരുടെ കൈസഹായം കൂടിയേ തീരൂ. ശരീരം തളരുന്ന മസ്കുലർ ഡിസ്ട്രഫി എന്ന രോഗം വന്നവരാണ് ഈ സഹോദരങ്ങൾ. പരസഹായമില്ലാതെ കിടക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യാശയാണ് ഈ കുട്ടികൾ. മുറ്റത്തേക്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കുളിപ്പിച്ചെത്തി വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് വയലിക്കൊണ്ട് എടുത്തു വെച്ച് പോയല്ല സാറിന്. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാല് പിന്നെ അവരെ വിളിക്കും. ഞാൻ സ്കൂളിട്ടാൽ മതി, ഇവിടെ ആരെങ്കിലും വരും. പിന്നെ ആരെങ്കിലും 2-3 പേര് വന്നിട്ട് എന്നെ ഇവിടുന്ന് എടുത്തിട്ട് പിന്നെ ആട്ടുകാട്ടിലേക്ക് എടുത്ത് കിടത്തി തരും. ചന്ദ്രന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ കേട്ടറിഞ്ഞാണ് ഹിസ്റ്ററി വിഭാഗം വിദ്യാർത്ഥികൾ ആദ്യം ചന്ദ്രന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഇവരെത്തുന്നതിനു മുമ്പ് വരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ നിന്നും നൽകുന്ന ഉച്ചഭക്ഷണം കൊണ്ടായിരുന്നു ചന്ദ്രനും കുടുംബവും വിശപ്പടക്കിയിരുന്നത്. ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ചിരുന്ന ചന്ദ്രന്റെ വീട്ടിലേക്ക് പ്രഭാത ഭക്ഷണം എത്തിക്കുന്ന ചുമതല വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. പിന്നീടെന്നും ഈ കുട്ടികളുടെ വീട്ടിലെ പ്രഭാത ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ചന്ദ്രന്റെ വീട്ടിലുമെത്തി. നമ്മളെല്ലാവരും ഒരുമിച്ചൊരു തീരുമാനം എടുത്ത് എന്നും രാവിലെ ഫുഡ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ 1 വർഷത്തോളമായി, 1.5 വർഷമായി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് രാവിലെ ഫുഡ് കൊടുക്കല്. പിന്നെ നമ്മൾ ഓരോരുത്തർ ഒഴിവുള്ള ദിവസം വരും, പിന്നെ നമ്മള് കുളിപ്പിക്കും, അങ്ങനെ ഓരോരോ ഫുഡ് കൊടുക്കും, അങ്ങനെ ഓരോരോ പറഞ്ഞാല് നമ്മളെ വീട്ടിലെ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ ആ ലെവലിലാണ് നമ്മൾ ഇവരെ കാണുന്നത്. കാരണം ആദ്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇതുണ്ട്. ഇനി പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോ നമ്മ ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. കാരണം ഓരോരോ അവസ്ഥ അറിയുമ്പോ അരപ്പോ ഇവർക്കൊരു നമ്മള് ഫുഡൊക്കെ വാരി കൊടുക്കുമ്പോ നമ്മ മനസ്സിൽ കിട്ടുന്ന ഒരു സുഖം അത് മതിയല്ലേ നമ്മുടെ ജീവിതത്തിൽ. പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം ഇപ്പോൾ ഞങ്ങളൊരു 4-5 കൊല്ലത്തോളായിട്ട് കഴിക്കാറില്ല. കഴിക്കാനറിഞ്ഞപ്പോൾ ഞാൻ രാത്രി ഉച്ചയ്ക്ക് വരുന്ന ഭക്ഷണം പിന്നെ പിന്നെ നേരത്തെ പിള്ളേർ വരികയാണെങ്കിൽ അവർ എനിക്ക് വായിൽ തരും. പിന്നെ ചേച്ചിമാർക്ക് പെങ്ങന്മാർക്ക് പിന്നെ ഇവിടെ നിൽക്കുന്ന ചേച്ചി കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കുട്ടികളാരും വരുമ്പോൾ ഒരു കൊടുക്കും. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമുള്ളൂ. രാത്രി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് കൊണ്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തരാൻ ആളുണ്ടാവില്ല. വെള്ളം കൊണ്ടുവരണം, കുടിക്കാൻ വെള്ളം കൊണ്ടുവരണം, മായ കഴുകാൻ വെള്ളം കൊണ്ടുവരണം. അതിനൊപ്പം ചെറിയ പങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ക്രമേണ ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞു. ആഘോഷവേളകളിലെല്ലാം ഇവർക്കൊപ്പം പുത്തൻ വസ്ത്രങ്ങളും സദ്യയും പാട്ടുമായെല്ലാം ഈ കുട്ടികളുണ്ടാകും. ഈ കഴിഞ്ഞ ഓണമല്ല, അതിന്റെ മുമ്പത്തെ ഓണത്തിന്റെ മുമ്പേ അവര് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് കൊല്ലം ഇപ്പോൾ ഇവിടെ പരിപാടിയൊക്കെ നടത്തി ഞങ്ങൾക്ക് ഡ്രസ്സോ കൊടുത്തന്നൊക്കെ ചെയ്യും. എങ്ങനെ ഒരു നല്ല ഒരു വ്യക്തിയായി തീരാമെന്ന് അവരറിയാതെ പഠിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു പ്രവർത്തനം കൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം. ഇവരെ പരിചരിക്കാൻ നേരത്തെ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ ഒരു ഹോം നഴ്സിനെ വെച്ചിരുന്നു. പിന്നീട് ശമ്പളം നൽകാതായി വന്നപ്പോൾ ആ നഴ്സിന്റെ ചെലവും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. 2-3 മാസം ശമ്പളം കൊടുത്തപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇപ്പൊ അവർക്ക് താങ്ങാനാവില്ല, അവർക്ക് കൽഷന കുറവാണ്, ഇപ്പൊ നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താന്നറിഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ കോളേജിൽ പിള്ളേരോടൊക്കെ പറഞ്ഞ് പിന്നെ ഇവരൊക്കെ എല്ലാ ക്ലാസ്സിൽ നിന്നൊക്കെ കുറച്ച് കാശ് വിരിപ്പിച്ചിട്ട് ഒരു കൊണ്ടുതരും. ഈ കുടുംബത്തിനു വേണ്ടി പണമുണ്ടാക്കാൻ പല വഴികളും ഈ കുട്ടികൾ കണ്ടെത്തുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇവരുടെ കഥ പുറം ലോകത്തെത്തിക്കാൻ ഒരു പാട്ട് വരെ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട് ഇവർ. ഒരു പാട്ടായാലും എല്ലാരും കേൾക്കുന്നുള്ള ഒരു ഇതുണ്ടോണ്ട് അങ്ങനെ പാട്ട് വെച്ചിട്ട് ഒരു പോസ്റ്റൊക്കെ ചെയ്ത് വെച്ചു. ഞങ്ങൾ കൊണ്ടൊരു കപ്പടച്ചാലിയില് സ്നേഹം നിറഞ്ഞോരു 8 ഏച്ചിമാരും വയറ് കത്തിയാലോ പിന്നെ ഓടിവരും ഞങ്ങൾ കൂടെ പിറപ്പല്ലോ 8 ഏച്ചിമാരും. ഇന്ന് ചന്ദ്രനും സഹോദരിമാരും ചിരിക്കുന്നത്
സേവനത്തിന്റെ പാതയിലൂടെ മുന്നേറുന്ന ഈ വിദ്യാർത്ഥികളുടെ ശ്രമഫലമായാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു മാതൃക കൂടിയാവുകയാണ് ഈ വിദ്യാർത്ഥികൾ. അവിടെ ചെന്നാലോ ചന്ദ്രട്ടൻ ചിരിച്ചുകൊണ്ടു കിടക്കും. ഈ ലക്കം ബിയോണ്ട് ദി ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ വണ്ണിൽ. നന്ദി, നമസ്കാരം.